അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട മസ്അലകളാണ്. റമദാൻ മാസം അവസാനിക്കാണ്. അപ്പോൾ ഫിത്ർ സക്കാത്തിന്റെ അരി എല്ലാവരും വാങ്ങാൻ വേണ്ടി നിൽക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ബുഷറൽ കരീം എന്നുള്ള കിതാബിൽ കാണാൻ സാധിക്കും, വയുസന്നു ഖറാജുൽ ഫിത്രത്തി നഹാറൻ ഫി യൗമിൽ ഈദി വഖബ്ല സ്വലാത്തിൽ ഈദി. അതായത് പെരുന്നാളിന് ഫിത്ർ മാസം കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിട്ടാണ് ഏറ്റവും നല്ല സമയം. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ സുന്നത്താക്കപ്പെട്ട സമയം എന്നുള്ളത് പെരുന്നാളിന്റെ പകലില് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ബിരിയാണി അരി, നെയ്ച്ചോറിന്റെ അരി, മറ്റു പച്ചരി, സൗജന്യ കിറ്റായി കിട്ടിയ അരി, റേഷൻ അരി എന്നിവ ഫിത്ർ സക്കാത്തായി നൽകാമോ? നമുക്കെല്ലാവർക്കും അറിയാം, ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ധാന്യം, ഭക്ഷ്യധാന്യം എന്നുള്ളതാണ്. അതായത് അരി പോലത്തതാണ് കൊടുക്കേണ്ടത്, അരി ഗോതമ്പാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ അതിൽ ഈ പറയപ്പെട്ട രീതിയിലുള്ള അരികളൊക്കെ നമുക്ക് സക്കാത്തായിട്ട് നൽകാമോ എന്നാണ് ചോദ്യം. നൽകാം. കാരണം എന്താണ്? അതെല്ലാം നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം എന്നതിൽ പെട്ടല്ലോ. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഏത് അരിയാണ് എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ പറയപ്പെട്ട അരികളൊക്കെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആഹാരത്തിൽ പെട്ടതാണ്. അപ്പോ അതെല്ലാം കൊടുക്കാവുന്നതാണ്. ഫിത്ർ സക്കാത്തായി അരി കൊടുക്കാന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇനി എത്ര കിലോ അരിയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത്? ഇതിലെ പല സംശയങ്ങളും പല കണക്കുകളും ഉണ്ട്. ഇപ്പൊ ഫിത്ർ സക്കാത്ത് നൽകുമ്പോൾ അരിയുടെ തൂക്കം എന്നുള്ളത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാലക്കാടൻ മട്ട പോലെയുള്ള ഭാരമുള്ള അരിയാണെങ്കിൽ തൂക്കം കൂടും എന്നുള്ളതാണ്. അഥവാ 750 ഗ്രാം വരും ഒരു മുദ്ദ് എന്ന് പറയുന്നത്. 4 മുദ്ദാണ് ഒരു സോ ആണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഭാരം കുറഞ്ഞ അരിയാണെങ്കിൽ എന്താവും ചെയ്യും? തൂക്കം കുറയും ചെയ്യും. ഫിത്ർ സക്കാത്തിന് ഒരു സോ, അതായത് 4 മുദ്ദ് കണക്കാക്കുമ്പോൾ അത് ഏകദേശം 2600 കിലോഗ്രാം മുതൽ 3 കിലോ വരെ വരാറുണ്ട്. അത് സൂക്ഷ്മതക്ക് നമ്മിലുള്ള പലരും കൊടുക്കുന്ന കണക്ക് എന്നുള്ളത് 3 കിലോ ആണ്. അഥവാ അതിൽ ഇനി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാതിരിക്കാനാണ് 3 കിലോ കൊടുക്കുന്നത്. ഇനി 3 കിലോ തന്നെ കൊടുക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന മുദ്ദിന്റെ അളവ് പാത്രം, അതൊക്കെ ഇന്ന് നമ്മുടെ നാടുകളിലും ലഭ്യമാണ്. ആ അളവ് പാത്രത്തില് 4 മുദ്ദ് അളന്നെങ്ങാണ്ട് കൊടുത്താലും മതി. ഫിത്ർ സക്കാത്തായി നമുക്ക് ലഭിച്ച അരി നമ്മുടെ ഫിത്ർ സക്കാത്തായി തിരിച്ചു നൽകാമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലൊക്കെ കൊടുക്കാമോ എന്നുള്ളതാണ്. അതെ, നൽകാം. നമുക്ക് തന്ന വ്യക്തിക്ക് തന്നെ തിരിച്ചു നൽകിയാലും വിരോധമില്ല. 2 പേരുടെ സക്കാത്തും വീടും എന്ന് മുഗ്നി എന്ന കിതാബിൽ കാണാൻ പറ്റും. എന്നിരുന്നാലും അത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഫക്കീർ, മിസ്കീന് പോലത്തെ അർഹതപ്പെട്ട അവകാശികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ജോലിക്ക് കഴിവുള്ള അല്ലെങ്കിൽ ധനികനായ വലിയ ആൺമക്കളുടെ സക്കാത്ത് നൽകേണ്ട ബാധ്യത പിതാവിനുണ്ടോ? അതുപോലെ ധനികനായ ഒരു പിതാവാണ്, ആ പിതാവിന്റെ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത മകനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണ്? ഇല്ല. അതിന് കാരണം പ്രസ്തുത മകന് ചെലവ് നൽകൽ പിതാവിന് നിർബന്ധമില്ല. അപ്പോൾ ഫിത്ർ സക്കാത്ത് നൽകലും പിതാവിന് നിർബന്ധമില്ല. ഇത് ബുഷ്റുൽ കരീം എന്ന കിതാബിലുണ്ട്. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. അഥവാ സമ്പത്ത് കൊണ്ട് ധനികനായ പിതാവിന്റെ സക്കാത്ത് സമ്മതമില്ലാതെ മകൻ നൽകിയാലും എന്താവൂല? സക്കാത്ത് വീടൂല. ഇതൊക്കെ നമ്മുടെ നാട്ടില് വളരെ സ്വാഭാവികമായിട്ട് നടക്കണ കാര്യമാണ്. എല്ലാ മക്കളുടെ സക്കാത്ത് എന്താവും? ചിലപ്പോ പിതാവ് കൊടുക്കും, അല്ലെങ്കിൽ പിതാവിന്റെ സക്കാത്ത് മക്കൾ കൊടുക്കും. അവർ പരസ്പരം പറയൂല. അങ്ങനെ കൊടുത്താൽ എന്താവൂല? സക്കാത്ത് വീട്ടൂല. സക്കാത്ത് വീടണം എന്നുണ്ടെങ്കിൽ സമ്മതത്തോടെ നൽകിയാൽ മാത്രമേ സക്കാത്ത് വീടുള്ളൂ. അപ്പോ ആ പിതാവ് മക്കളോട്, അല്ലെങ്കിൽ മക്കള് പിതാവിനോട് പറഞ്ഞാൽ മതി, ഇപ്പം എന്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തുകൂടി പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പറയണം, നിങ്ങളെ സക്കാത്ത് ഞാൻ കൊടുക്കണ്ടട്ടോ എന്ന് പറഞ്ഞ സമ്മതം വാങ്ങി കൊടുത്ത പ്രശ്നം തീർന്നു. അപ്പൊ ആ കാര്യം എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്താവൂല? നമ്മുടെ നാടുകളിൽ നടക്കുന്ന പലരുടെയും സക്കാത്ത് എന്താവൂല? വീടൂല. യത്തീം കുട്ടിയുടെ ഫിത്ർ സക്കാത്ത് ആരാണ് നൽകേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ യത്തീമിന് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന്
യത്തീമിനെ സംരക്ഷിക്കുന്നവനാണ് സക്കാത്ത് എടുത്തു കൊടുക്കേണ്ടത്. ഈ സമ്പത്തില്ലെങ്കിൽ ആ യത്തീമിന് ചെലവ് നൽകൽ നിർബന്ധമായവർ ആരാണോ അവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അഥവാ യത്തീമിന്റെ ഉപ്പല്ല വല്യപ്പ ഉണ്ടെങ്കിൽ ആ വല്യപ്പയാണ് എന്താവേണ്ടത് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഫിത്ർ സക്കാത്ത് നമ്മൾ ഓഹരി വെക്കുന്ന സമയത്ത് നമ്മൾ എന്താവണം, ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ചിട്ടില്ലാണ്ടെങ്കിൽ സക്കാത്ത് എന്താവൂല, സ്വഹീഹാവൂല. അപ്പൊ നിർബന്ധമായിട്ട് എന്താവുക, നിയ്യത്ത് വെക്കണം. അതുപോലെ തന്നെ അരിയുടെ ക്യാഷ് നൽകിയാൽ എന്താവൂല, സക്കാത്ത് സ്വഹീഹാവൂല, സക്കാത്ത് വീടൂല. ഷാഫി മദ്ഹബ് അനുസരിച്ച് ക്യാഷ് കൊടുക്കാൻ എന്താവൂല, പറ്റൂല. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അതിനനുസരിച്ചൊക്കെ മറുപടി നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും.